അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ പേര് സൗമ്യ എന്നായിരുന്നു. എൻ്റെ അച്ഛനെന്ന് പറയുന്നത് എൻ്റെ അച്ഛനൊരു ആശാരി ഷോപ്പായിരുന്നു. അവിടെ ആണെങ്കിൽ ഡെയിലി അങ്ങനെ ക്യാഷും കിട്ടുന്നില്ല, അങ്ങനെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടക്കിടയ്ക്ക് നല്ല പണി കിട്ടും. അതായത് ആ ടൈമിലൊക്കെ നമ്മൾ കോടീശ്വരന്മാരായിരിക്കും. പക്ഷെ ചില ടൈമിൽ നമ്മൾ പട്ടിണിക്കാരെ, അതായത് പിച്ചക്കാരെ കടത്തുന്ന രീതിയിലായിരിക്കും. എല്ലാ ടൈമും ആശാരികൾക്കൊന്നും പണി ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഇരിക്കെ അച്ഛന് ഈ ഒരു 2 കൊല്ലമായിട്ട് ഒട്ടും, പണ്ടെന്ന് വെച്ചാല് അച്ഛൻ്റെ പണി പൊങ്ങിയും താണും ഒക്കെ തന്നെയായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പായ പിന്നെ അച്ഛൻ്റെ പണിക്ക് യാതൊരു മാറ്റവും ഇല്ല. അതായത് എവിടെയാണോ നിർത്തിയിട്ടുള്ളത് അവിടെ തന്നെയായിരുന്നു അച്ഛൻ വീണ് പോയിട്ടുള്ളത്. എങ്ങനെയും ഒരു എണീക്കൽ, അതായത് ഒരു ഉണർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അച്ഛന് മനസ്സിലായി, ഇനി ഇത് കൂടുതൽ കാലം പിടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് വഷളായി പോയി. ഇനി ആശാരി പീടിയിൽ പണിയെടുത്ത് കാര്യമില്ല. ആശാരി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അച്ഛനായിരുന്നു. വേറെ ആരും പണിക്കുണ്ടായിരുന്നില്ല. പണിക്ക് അഥവാ ഓർഡർ കിട്ടിയെങ്കിൽ മാത്രം അവർ വരും. അങ്ങനെ അച്ഛൻ ഇത് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഈ പണി ഇനി ശരിയാവത്തില്ല. കാരണം ഇങ്ങനെ നടന്നാൽ നമ്മുടെ കുടുംബം പട്ടിണിയാവുമെന്ന്. അങ്ങനെ അച്ഛന് ഗൾഫിലോട്ടേക്ക് ഒരു വിളി വന്നു. അങ്ങനെ അച്ഛന് വിസയ്ക്ക് വേണ്ടി ഒരു 30,000 രൂപ വേണ്ടി വന്നു. അതായത് വിസിറ്റിങ്ങിൽ പോവാനാണ് അച്ഛൻ വിചാരിച്ചത്. അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ ഒരു സുഹൃത്തായിരുന്നു അച്ഛനോട് ഇത് പറഞ്ഞത്. അതായത് നീ ഇനി അവിടെ നിൽക്കണ്ട, കാരണം അച്ഛൻ 2 കൊല്ലമായല്ലോ. അച്ഛന് എല്ലാവരോടും പറഞ്ഞു, ജോലി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കുടുംബം ഭയങ്കര പട്ടിണിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ അറിയാമായിരുന്നു. ഏട്ടൻ അങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ ഏട്ടൻ്റെ ഒരു സുഹൃത്തായിരുന്നു അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ, അതായത് ഒരു മാസത്തിനുള്ളിൽ എന്തായാലും വരണമെന്ന്. 1 മാസത്തിനുള്ളിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അച്ഛൻ വേഗം തന്നെ എവിടെ നിന്നൊക്കെയോ ലോൺ എടുത്തു. അതായത് ഒരു 40,000 രൂപ, 30,000 വിസയുടെ പൈസയും പിന്നെ 10 കയ്യിലും. പിന്നെ അവിടുത്തെ ആ ഒരു ചെലവെല്ലാം ഉണ്ടാവല്ലോ. പോയപ്പാടെ ജോലിയൊക്കെ കിട്ടുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയപ്പാട് എൻ്റെ അച്ഛന് കമ്പനിയിലല്ലായിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ 15,000 രൂപയും. പിന്നീട് 3 മാസം കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് വിസ അടിക്കണമെന്ന്. വിസ അടിക്കാനാണെങ്കിൽ 2 ലക്ഷം രൂപയും. അച്ഛൻ ആകെ ശമ്പളം എന്ന് പറയുന്നത് 15,000. ഇതൊക്കെ എപ്പോൾ തീരാനാണ്? അങ്ങനെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ അമ്മയോട് പറഞ്ഞു, അതായത് നീ എവിടെന്നെങ്കിലും ഒരു 2 ലക്ഷം രൂപ ഒപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അച്ഛൻ അമ്മക്ക് വേറെ എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ അയൽവാസിയിൽ തന്നെ ഒരു ജബ്ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് അത്യാവശ്യം റിച്ച് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് എൻ്റെ അമ്മയോട് ഒരു നോട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്ന് പറയുന്നത്, എൻ്റെ അച്ഛന് 12 വയസ്സും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും 12 വയസ്സിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ചെറുപ്പക്കാരത്തിയായിരുന്നു. എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ ഉടനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 12 വയസ്സും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് എൻ്റെ അമ്മ എത്ര ചെറുപ്പമായിരിക്കുമെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞു, ഞാൻ എന്നാ ജബ്ബാറിനോട് ചോദിച്ചോട്ടെ. അതുവരെ അച്ഛന് ഈ അമ്മ ആരോടും മിണ്ടുന്നതും ഒന്നും. അങ്ങനെ അമ്മ അച്ഛനെ വിശ്വസിച്ച് ഈ ജബ്ബാർക്കാരനോട് 2 ലക്ഷം രൂപ കടം ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ വീഡിയോ കോളിൽ പറയുന്നുണ്ടായിരുന്നു അമ്മയോട്, അതായത് ജബ്ബാർക്കയോട് ഒന്ന് മയത്തിലൊക്കെ ഉണ്ട്, അപ്പൊ അദ്ദേഹം തന്നെങ്കിലും ഓക്കെ അല്ലേ. അങ്ങനെ അമ്മ അത് വിശ്വസിച്ച്, അതായത് അച്ഛനെ വിശ്വസിച്ച് അമ്മ ജബ്ബാർക്കയുടെ അടുത്ത് പോയിട്ട്, അതായത് എൻ്റെ ഹസ്ബൻഡിന് എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്, അതായത് സുമേഷ് ചേട്ടനെ ദുബൈയിൽ വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരണം, ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പൊ ജബ്ബാറൊക്കെ പറഞ്ഞു, തരുന്നതിനൊന്നും പ്രശ്നമില്ല, എനിക്കൊരു 4 മാസത്തിനുള്ളിൽ അത് തരണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ വിചാരിച്ചു, 4 മാസത്തിനുള്ളിലോ? എങ്ങനെയും 4 മാസത്തിനുള്ളിൽ പറ്റത്തില്ല. കാരണം 4 മാസത്തിനുള്ളിൽ എൻ്റെ അച്ഛൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 60,000 രൂപ മാത്രമേ ആവത്തുള്ളൂ. 15 30, പിന്നെ 60. അപ്പോൾ എൻ്റെ അമ്മക്ക് എവിടെയോ ഒരു ടെൻഷൻ. പിന്നെ എങ്ങനെയെങ്കിലും വിസ അഥവാ എടുത്തെങ്കിൽ ശമ്പളം കൂടുമോ എന്നുള്ള ഒരു ഇതിൽ എൻ്റെ അമ്മ ജബ്ബാർക്കയോട് പറഞ്ഞു, 4 മാസത്തിനുള്ളിൽ കഴിയുന്നതും എങ്ങനെയെങ്കിലും തരാമെന്ന് പറഞ്ഞു. ജബ്ബാർക്കയുടെ കയ്യോടെ ഒരു 7 ദിവസം കഴിഞ്ഞ് ആ 2 ലക്ഷം വാങ്ങുകയാണ്. പക്ഷെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ തന്നെയാണ്, പണിയെടുക്കാൻ വലിയ മടിയായിരുന്നു. എൻ്റെ അച്ഛൻ എപ്പോഴും എൻ്റെ അമ്മയുടെ കൂടെയും എൻ്റെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് ഗൾഫിലൊന്നും പോയാൽ ശരിയാവത്തില്ല. നാട്ടിൽ എന്തെങ്കിലും പണിയെ എൻ്റെ അച്ഛന് പറ്റത്തുള്ളൂ.
അങ്ങനെ എൻ്റെ അമ്മ ക്യാഷൊക്കെ വാങ്ങി അച്ഛൻ്റെ വിസിറ്റിങ്ങിലേക്ക് വേണ്ടി അച്ഛൻ്റെ ഏട്ടൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അച്ഛൻ അവിടെ വിസയൊക്കെ അടിച്ചു. മാത്രമല്ല 60,000 ശമ്പളമാണെങ്കിൽ നമുക്ക് മാസാമാസം നാട്ടിലോട്ട് അയക്കണ്ടേ, അപ്പൊ അതിലും കുറയും. എനിക്കൊരു 5,000 രൂപ മാത്രമേ സുധീഷേട്ടൻ അയച്ചെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 10-20 ഒരു 4 മാസത്തേക്ക് 40,000 രൂപ മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം ഉണ്ടല്ലോ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ജബ്ബാറയ്ക്കോട് ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഏട്ടനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് പൊതുവെ പണിയെടുക്കാൻ വലിയ മടിയായിരുന്നു. പണിയെടുക്കാൻ മടിയല്ല, ഇപ്പം ഞാനും എൻ്റെ അമ്മയും ഗൾഫിൽ പോയാൽ അച്ഛൻ അവിടെ നല്ല രീതിയിൽ പണിയെടുക്കും. എൻ്റെ അച്ഛൻ എപ്പോഴും ഞാനും എൻ്റെ അമ്മയും ഒക്കത്ത് വേണം. അതായിരുന്നു എൻ്റെ അച്ഛനെ ഏറ്റവും പൊട്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഒരു ആരംഭ കുഞ്ഞിനെ പോലെ വളർത്തണം. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ അങ്ങനെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അച്ഛന് 12 വയസ്സ് മൂപ്പുണ്ടെങ്കിലും എൻ്റെ അമ്മ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് എൻ്റെ അച്ഛനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ അമ്മയും അതേപോലെ തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ അച്ഛന് 6-7 മാസം വരെ ജബ്ബാർക്ക ഇഴവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8ാമത്തെ മാസം ജബ്ബാർക്ക വരികയാണ്. അപ്പോഴേക്കും അച്ഛന് ഒരു 70,000 ആക്കേണ്ട അച്ഛൻ ആകെ ആക്കിയിട്ടുണ്ടായിരുന്നു 35,000 രൂപയായിരുന്നു. അങ്ങനെ ജബ്ബാർക്കക്ക് 35,000 രൂപ അച്ഛൻ അയച്ചു കൊടുത്തു. അച്ഛൻ എൻ്റെ വീട്ടിലോട്ടായിരുന്നു അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജബ്ബാർക്ക വരുമ്പോൾ എൻ്റെ അമ്മ 35,000 രൂപ ഇപ്പോൾ ഉണ്ട്, ബാക്കി വീണ്ടും നമ്മൾ അയച്ചു തരാം, ഓരോ മാസം 10 അയച്ചു തരാമെന്ന് പറയുമ്പോൾ ജബ്ബാർക്ക പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് അടുത്ത മാസം, അതായത് അടുത്ത മാസം 21-ാം തീയതിയിൽ എനിക്ക് എൻ്റെ എല്ലാ ക്യാഷും കിട്ടണം. ഇപ്പോഴുള്ള 70,000 നിങ്ങൾ കയ്യിൽ വെച്ചോ, എനിക്ക് ഇങ്ങനെ ക്യാഷ് വേണ്ട, എനിക്ക് ഞാൻ തന്നതുപോലെ തന്നെ ക്യാഷ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത മാസം 21-ന് വീണ്ടും വരും, അന്ന് എനിക്ക് ക്യാഷ് ഫുള്ളും റെഡി ആയിടണം. ഞാൻ 4 മാസം വരെ ആയിരുന്നു നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്, എന്നിട്ടും ഞാൻ 3 മാസം വരെ കൂട്ടി തന്നു, എനിക്ക് എന്തായാലും ക്യാഷ് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ അടുത്ത മാസം 21-ാം തീയതി ആകുമ്പോഴേക്ക് ക്യാഷ്? അങ്ങനെ അമ്മ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ലോണ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കുറേ ബാങ്കിൽ കയറി ഇറങ്ങി. അപ്പോഴേക്കും അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അച്ഛൻ ഫസ്റ്റ് തന്നെ ദുബൈയിൽ പോകുമ്പോൾ ഒരു 30,000-ന്റെ കഥയില്ലേ, അത് ഇന്നേ വരെ അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ബാങ്കിൽ നിന്നും നമുക്ക് ക്യാഷ് എങ്ങനെയും കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു ബാങ്കിൽ നിന്നും നമുക്ക് ലോണ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് കുറേ ടെൻഷനായിരുന്നു. പിന്നെ എൻ്റെ അമ്മ വിചാരിച്ചു വരുന്നിടത്ത് വെച്ച് കാണാം. എൻ്റെ അമ്മയ്ക്ക് എല്ലാം പോസിറ്റീവ് മൈൻഡായിരുന്നു. അങ്ങനെ കറക്റ്റ് 21-ാം ദിവസം ജബ്ബാർക്ക വീണ്ടും വന്നു. ജബ്ബാർക്കക്ക് എൻ്റെ അമ്മയെ വലിയ താല്പര്യമായിരുന്നു. പണ്ട് മുതലേ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ജബ്ബാർക്കക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ ജബ്ബാർക്ക എന്ന് പറയുന്നത് വലിയ കോടീശ്വരനായിരുന്നു. ജബ്ബാർക്ക അമ്മയായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഈ അച്ഛനെ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ജബ്ബാർക്കക്ക് ഒരു നഷ്ടമായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ ജബ്ബാർക്ക അമ്മയോട് പറഞ്ഞു, എനിക്ക് 2 ലക്ഷം തരണ്ട, പകരം നീ വന്നാൽ മതി ഞാൻ പറയുന്നിടത്ത്, എന്നാ ഈ 2 ലക്ഷത്തിന്റെ കണക്ക് ഞാൻ മറക്കാം എന്ന് എൻ്റെ അമ്മയോട് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കൈകാല് വിറക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. തൊട്ടടുത്ത് ഞാനും ഉണ്ട്. അമ്മ എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു 4 ദിവസം സമയം തരാം, അതിൽ നീ ചിന്തിച്ചിട്ട് എന്നോട് പറ എന്ത് വേണമെന്ന്. അതായത് നിന്നെ ഞാൻ വെറുതെ വിടാം, നീ പകരം ഞാൻ പറയുന്നിടത്ത് വന്നാൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ആവാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നീ പറ, ഞാൻ നിനക്ക് 4 ദിവസം ആലോചിക്കാനുള്ള സമയം തരുന്നു എന്ന് പറഞ്ഞു. അമ്മ വേഗം തന്നെ തരിപ്പിലായിരുന്നു. അപ്പോഴായിരുന്നു അച്ഛൻ്റെ വീഡിയോ കോള്. അമ്മ കോളെടുത്ത് അച്ഛനോട് കാര്യം പറഞ്ഞു, ദേ നിങ്ങൾ കാരണം അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ എൻ്റെ മകനാണ്. ഇപ്പോൾ ജബ്ബാർക്ക വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, അതായത് ക്യാഷ് കൊടുക്കില്ലെങ്കിൽ കൂടെ പോവാൻ വേണ്ടി, എന്നാൽ അദ്ദേഹം എല്ലാ കണക്കും മറക്കാമെന്ന്. അപ്പൊ അച്ഛൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. അച്ഛന് ദേഷ്യവും മാത്രമല്ല അതിൽ കൂടുതൽ സങ്കടങ്ങളായിരുന്നു. അച്ഛന് തന്നെ എന്തൊക്കെയോ പോലെ. അമ്മ ഒരു 2 മിനിറ്റ് അമ്മയും മിണ്ടാതിരുന്നതിന് ശേഷം അമ്മ വീണ്ടും അച്ഛനോട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ നാവിറങ്ങിയോ, നിങ്ങൾക്കിപ്പോ ഒന്നും പറയാനില്ലേ? അപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ തന്നെ ഇവിടെ ആരുടെയോ ക്യാഷിലായിരുന്നു ജീവിക്കുന്നത്, ഞാൻ എന്ത് പറയാനാടി. അങ്ങനെ അച്ഛൻ കോള് കട്ട് ചെയ്തു. വീണ്ടും അമ്മ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു,
എന്റെ കണ്ണിൽ ഇപ്പോ രണ്ടേ രണ്ട് തീരുമാനങ്ങൾ മാത്രം. എന്താന്ന് വെച്ചാല്, ഒന്നെങ്കിൽ കടുങ്കൈ ചെയ്യുക, എന്റെ മരണം. പക്ഷെ മകനെ ആ കൊണ്ടുപോകത്തില്ല, മകനെ നിങ്ങൾ നോക്കണം. ഇല്ലെങ്കിൽ അവൻ വലുതായിട്ട് അവൻ നിങ്ങളെ നോക്കിക്കോളും. അതുവരെ മാത്രം നിങ്ങൾ അവനെ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ജബ്ബാറൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ പോവാം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഡി നീ ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ അമ്മക്ക് മനസ്സിലായി സംഭവം എന്താണെന്ന്. എന്താ? അതായത് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി, എന്ത് കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായി പറയുന്നത്? അല്ലടി ഞാൻ ഒന്നും പറഞ്ഞില്ല, പറയാൻ വരുന്നതേ ഉള്ളൂ. എന്താ? അല്ല, ജബ്ബാർക്കൊക്കെ നിന്നോട് പണ്ടേ താല്പര്യമുണ്ട്. നീ ജബ്ബാർക്ക് കല്യാണം കഴിക്കേണ്ടതാണ്. നീ എന്റെ ലൈഫിൽ വന്ന് ഈ അനുഭവിക്കുന്നത്. അദ്ദേഹം ഒന്ന് തൊട്ടെങ്കിലും പ്രശ്നമില്ല. നീ ഒന്ന് മയത്തിലൊക്കെ സംസാരിച്ച് കുറച്ച് സമയങ്ങളൊക്കെ വാങ്ങിക്ക്. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് അമ്മ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അച്ഛനാണെങ്കിൽ ടെൻഷൻ. അച്ഛൻ ഒരു 17 മിസ് കോളെങ്കിലും ആക്കിയിട്ടുണ്ട്. അമ്മ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മ എന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞതാ ജബ്ബാറൊക്കെ കെട്ടിയാ മതിന്ന്. ഞാനാണ് അയാള് മുസ്ലിമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യാ, എനിക്കറിയത്തില്ല. അങ്ങനെ പെട്ടെന്നായിരുന്നു ജബ്ബാർക്കയുടെ കോള്. അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അപ്പൊ അമ്മ പറഞ്ഞു, നിങ്ങളൊന്ന് വീട്ടിൽ വാ, എനിക്ക് സംസാരിക്കണം. ജബ്ബാർക്ക പറഞ്ഞു, ആ ഞാൻ അതാ വരുന്നത്. അങ്ങനെ അമ്മയുടെ അമ്മ വേഗം തന്നെ കിച്ചണിലുള്ള ജോലിയൊക്കെ തീർത്ത്, നല്ല മാക്സിയൊക്കെ ഫുൾ അഴുക്കായിരുന്നു, അതൊക്കെ കുളിച്ച് നല്ല ചന്ദനത്തിന്റെ ഒരു മണമുള്ള അത്രയൊക്കെ തേച്ച് അമ്മ റെഡിയായി മുടിയൊക്കെ കെട്ടിവെച്ച് ആ തോർത്തൊക്കെ ഊരി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ജബ്ബാറൊക്കെ അതിലേയും കാട്ടി നല്ല മണമായിരുന്നു എൻ്റെ അമ്മയെ കാട്ടി. ജബ്ബാറൊക്കെയോട് അമ്മ പറഞ്ഞു, വാ സോഫയിലിരിക്കാം. അതൊരു 4 സീറ്റുള്ള സോഫയായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ TV നോക്കുന്നുണ്ടായിരുന്നു. അമ്മ വേഗം തന്നെ ഡോർ കുറ്റിയിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേണ്ടതൊക്കെ ചെയ്തോളൂ, എനിക്ക് ഒന്നിനും പ്രശ്നമില്ല, ഞാൻ രണ്ടും കൽപ്പിച്ചാണ്. അപ്പൊ ജബ്ബാർക്ക പറഞ്ഞു, എന്നാ ശരി, ഇന്ന് തന്നെ ആരംഭിക്കാം. എന്നിട്ട് അമ്മ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടല്ല, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. ജബ്ബാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ. അങ്ങനെ പറ്റത്തില്ല, എനിക്ക് നീ വേണം ചെയ്തു തരാൻ. കാരണം നീയാണല്ലോ എനിക്ക് ക്യാഷ് തരാനുള്ളത്. അപ്പൊ നീ തന്നെ ചെയ്തു തീർക്കണം. മാത്രമല്ല, ഇന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മതി, നാളെ ഞാൻ വീണ്ടും വരും. എന്നാലല്ലേ ഒരു 4 ദിവസമൊക്കെ വന്നെങ്കിൽ മാത്രമേ എന്റെ കണക്ക് അങ്ങനെ ശരിയാവത്തുള്ളൂ. നീ കണ്ണടച്ച് അവിടെ ഇരിക്കണം, പക്ഷെ ഇന്ന് നീ ചെയ്താൽ മതി. അങ്ങനെ പെട്ടെന്ന് ഞാൻ ജബ്ബാർക്കയുടെ നോക്കുമ്പോൾ ജബ്ബാർക്ക് എന്നോട് പറഞ്ഞു, മോനെ നീ സൗണ്ട് കൂട്ടിക്കോ, ടിവിയുടെ സൗണ്ട് കൂട്ടി നീ TV കണ്ടോ, ബാക്കിലോട്ട് നോക്കേ ചെയ്യരുത് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മകന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഞാൻ TV നോക്കുന്ന ടൈം സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അപ്പൊ വേഗം തന്നെ ഞാൻ സൗണ്ട് കൂട്ടി. എന്നിട്ട് ജബ്ബാർക്ക് അമ്മയോട് പറഞ്ഞു, ഡി അവൻ നന്നായി പേടിച്ചെന്തോ. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അമ്മയുടെ ടെൻഷനൊക്കെ മാറി. അമ്മയുടെ കണ്ണിൽ ഞാൻ ആർത്തിയായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. അതായത് അമ്മ ജബ്ബാർക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അമ്മ പറഞ്ഞു, ഇന്നത്തേക്ക് ഇത് മതി. ജബ്ബാർക്ക് പറഞ്ഞു, വായപൊത്തി നീ അവിടെ ഇരിക്കടി, ഇന്നത്തേക്ക് ഇത്ര മതിയെന്നോ? പെട്ടെന്നായിരുന്നു ഉള്ളിലോട്ട് ബോംബ് തെറിച്ചത്. അങ്ങനെ അമ്മ വേഗം തന്നെ വാഷ്റൂമിൽ പോയി. പിറകെ ജബ്ബാർക്ക പറഞ്ഞു, ഡി ഇന്നത്തേക്ക് ഇത്ര മതി, ഇല്ലെങ്കിൽ ആകെ വഷളാവും, ഞാൻ എന്നാ ഇറങ്ങട്ടെ. ഇറങ്ങിക്കോ. എന്നിട്ടാകുമ്പോ എൻ്റെ അമ്മ ജബ്ബാർക്കയോട് പറയാണ്, ഇന്ന് എൻ്റെ ദാഹം മാത്രമേ തീർത്തിട്ടുള്ളൂ, നാളെ എൻ്റെ വിഷമം കൂടെ മാറ്റിത്തരണം. ജബ്ബാർക്ക പറഞ്ഞു, നീ എനിക്ക് തരേണ്ടതാണ് ഞാൻ നിനക്ക് തരുന്നത്, എന്നാലും കുഴപ്പമില്ല, 4 ദിവസം ഒരു 5 ദിവസം ആക്കാം, ഒന്ന് പോ ജബ്ബാർക്ക എന്ന് പറഞ്ഞു എൻ്റെ അമ്മ ചിരിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. അതും കൂടെ കുടിച്ചു ജബ്ബാർക്ക. എന്നാ ശരി ഞാൻ പോട്ടെ, ഇല്ലെങ്കിൽ ആൾക്കാർ വരും, ആരെങ്കിലും കണ്ടാൽ അത് സീനാവും. അങ്ങനെ ജബ്ബാർക്ക ഇറങ്ങി. പെട്ടെന്നായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് എൻ്റെ അമ്മ എന്നോട് മുണ്ടി, നീ ഒന്നും കണ്ടില്ല, നീ ഒന്നും അറിഞ്ഞില്ല, ഓക്കെ പോയി വെള്ളം കുടിച്ചോ, ഞാനൊന്ന് കുളിച്ച് വരട്ടെ. അങ്ങനെ എൻ്റെ അമ്മ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് 1 മണിക്കൂർ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമായിരുന്നു അച്ഛൻ്റെ വീഡിയോ കോള്. അങ്ങനെ അച്ഛൻ ചോദിച്ചു, എന്തായി? അപ്പൊ അച്ഛനോട് അമ്മ മുഴുവനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജബ്ബാർക്ക വന്നു പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒന്നും ചെയ്തില്ല, എന്നാലും അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ, അല്ലാണ്ട് വേറൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അദ്ദേഹം എന്ത് പറഞ്ഞു? അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇനി ഒരു 5 മാസത്തേക്ക് വീണ്ടും അടവ് തന്നിട്ടുണ്ട്, എങ്ങനെങ്കിലും അദ്ദേഹത്തിന്റെ കട എങ്ങനെയെങ്കിലും വീട്ടണം. അപ്പൊ അച്ഛൻ പറഞ്ഞു,
ഞാൻ ഇവിടെ കമ്പനിയിൽ കയറാൻ വേണ്ടി നോക്കിയാണ്. അവിടെ ആകുമ്പോൾ മാസം 50,000 ശമ്പളം. അപ്പോൾ 2 മാസത്തിൽ ഒരു 4 മാസത്തിനുള്ളിൽ 2 ലക്ഷം രൂപ. അപ്പൊ അമ്മ പറഞ്ഞു, അപ്പൊ ചെലവോ? അത് ഞാൻ എങ്ങനെങ്കിലും സെറ്റാക്കി തരാം. ഇവിടെ റൂമിനൊന്നും ക്യാഷ് കൊടുക്കണ്ട, ഒക്കെ ഫ്രീ ആയിരുന്നു, എല്ലാം കമ്പനി വകയായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് എല്ലാം കൊണ്ട് സമാധാനി. അതായത് ജബ്ബാർക്ക കടയാണെങ്കിൽ വേണ്ടാമെന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ 50,000 നല്ല സാലറി ഉള്ള ഒരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ നല്ല സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ജബ്ബാർക്ക നാളെ വീണ്ടും വരും. അപ്പൊ ജബ്ബാർക്കയുടെ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ വീണ്ടും നാളെ പറഞ്ഞതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വാട്സപ്പിനെയും കാട്ടിയും കുറവ് പൈസയായിരിക്കും. നിങ്ങൾക്ക് കഥ മാത്രം കേൾക്കാം. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചേച്ചിയുടെ കഥ മാത്രം പച്ചക്ക് കേട്ടാൽ മതി. അങ്ങനെയെങ്കിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ്, അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങളെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ അടിപൊളി കഥകളും നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് യമാനത്തിൽ വിചാരിച്ച് നിങ്ങളെ ഹാപ്പി ആക്കുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ 500 രൂപയ്ക്ക് ഇല്ലാത്തവർ നിങ്ങൾ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അല്ല, ക്യാഷ് ഒന്നൊരു വിഷയമല്ലാത്തവർക്ക്, വിഷയമല്ല ക്യാഷ് ഉള്ളവർക്ക് ഇതുപോലുള്ള വീഡിയോ കോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി കിടിലിനായിട്ടും ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.